വായുവിൻ്റെയും വെള്ളത്തിൻ്റെയും രണ്ട് സവിശേഷതകൾ ഒരേ സമയം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു പരീക്ഷണമാണ് അവതരിപ്പിക്കുന്നത്. ഇവിടെ ഈ ബോട്ടിലിൽ ബന്ധിച്ച ഈ ബലൂണിനുള്ളിൽ വെള്ളമുണ്ട്, ഈ ബോട്ടിലിനകത്ത് വായുവുമുണ്ട്. ഞാൻ ഈ ബലൂൺ മുകളിലേക്ക് ഉയർത്തി ഇതിനകത്തെ വെള്ളം ബോട്ടിലിലേക്ക് വീഴാൻ അനുവദിച്ചാൽ വീഴ്ത്തിരിക്കുന്ന ഈ ബലൂണിന് എന്ത് മാറ്റമാണ് ഉണ്ടാവുക? അത് ഇപ്പോഴുള്ള പോലെ വീഴ്ത്തിരിക്കുമോ അതോ ചുരുങ്ങിപ്പോകുമോ? നമുക്ക് പരീക്ഷിക്കാം. ഇതാ ബലൂണിലെ വെള്ളം ഇപ്പോൾ ബോട്ടിലിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം പൂർണ്ണമായിട്ടും ബോട്ടിലിൽ ഒഴുകിയെത്തിയാൽ ബലൂണിന് എന്ത് മാറ്റമാണ് ഉണ്ടാവുക? നമുക്ക് നോക്കാം. വെള്ളം നഷ്ടപ്പെട്ടിട്ടും ബലൂൺ വീർത്തു തന്നെ ഇരിക്കുന്നു. എന്താണ് അതിൻ്റെ കാരണം? ഈ ബോട്ടിലിൽ വായുവുണ്ട്. വെള്ളം ഇങ്ങോട്ട് ഒഴുകി വന്നപ്പോൾ അവിടെയുള്ള വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം മതിയാകാതെ വന്നു. അതുകൊണ്ട് ആ വായു മുകളിലേക്ക് സഞ്ചരിച്ചു. അതാണ് ഇപ്പോൾ ബലൂണിനെ വീർപ്പിച്ച് നിർത്തിയത്. ഈ പരീക്ഷണത്തിൽ നിന്നും രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, വായുവിനായാലും വെള്ളത്തിനായാലും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. രണ്ട്, വായുവിനും വെള്ളത്തിനും സ്വന്തമായ ആകൃതിയില്ല. അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുന്നു. ഈ ബോട്ടിലിൽ വായു നിന്ന സമയത്ത് അത് ബോട്ടിലിൽ വ്യാപിച്ചു, ബോട്ടിലിൻ്റെ ആകൃതി സ്വീകരിച്ചു. ഇതിൽ നിന്നും വായു മുകളിലേക്ക് പോയ സമയത്ത് ബലൂണിൻ്റെ ആകൃതി സ്വീകരിച്ചു. തിരിച്ച് ബലൂണിനകത്ത് വെള്ളം നിന്ന സമയത്ത് അത് ബലൂണിൻ്റെ ആകൃതി സ്വീകരിച്ചു. അത് ബോട്ടിലിലേക്ക് ഒഴുകിയ സമയത്ത് ബോട്ടിലിൻ്റെ ആകൃതി സ്വീകരിച്ചു.